ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് മുട്ട തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇന്ന് മുട്ട തോരനാണ് വെക്കാൻ പോകുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ 2 സവോള നന്നായി ചെറിയ കഷ്ണമായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പകുതി ക്യാരറ്റ് ഒരു ഗ്രേറ്ററിൽ ചീകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മുട്ടത്തോരൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്. നമ്മൾ ഒരു പാന് അടുപ്പത്ത് വെച്ച് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടത്തോരന് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർക്കുക. അതുപോലെ തന്നെ കറിവേപ്പില, അതിനോടൊപ്പം ഇഞ്ചി ഇവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉള്ളിയും ഇഞ്ചിയും ഒന്ന് നന്നായി വഴണ്ട് വരണം. ഒരു 2 മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആവശ്യമായ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി വഴറ്റി എടുക്കുക. സവോള അത്യാവശ്യം ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റിനൊപ്പം എരിവിനാവശ്യമായ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഗ്രേറ്ററിൽ ചീകി വെച്ചിരുന്ന ക്യാരറ്റും അതിനോടൊപ്പം ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞെടുത്തതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് വീണ്ടും 1 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കുക. സവോളയും ക്യാരറ്റും പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ 2 മുട്ട എടുത്തു വെച്ചിരിക്കുന്ന മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു 30 സെക്കൻഡ് അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് അത് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ 2 മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴിത് ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇളക്കി യോജിപ്പിക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. ഇളക്കി യോജിപ്പിച്ച് ഒരു മിനിറ്റ് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കുക. മുട്ട ഒന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. സവോളയും ഇഞ്ചിയും പച്ചമുളകും മുട്ടയും കൂടെ ചേർന്ന് ഒന്ന് വഴണ്ട് വരുന്ന മണം, നല്ല മണമാണ്. മുട്ട ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ കാണില്ല. അതുപോലെ തന്നെ ഡെയിലി മുട്ട കഴിക്കുന്നത് നല്ലതാണ്. മുട്ട വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ അവസരത്തിൽ ഉപ്പ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ട്, കറക്റ്റാണ്. അതുപോലെ തന്നെ എരിവും പാകത്തിനുണ്ട്. ഒരു പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.